നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഒരു തേർഡ് പാർട്ടി, ഒരു പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം കൊണ്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പ്, അതില് റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ആരും ഡിസിഷൻ എടുക്കരുത് കേട്ടോ. നമ്മളുടെ പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ നമ്മളുടെ റീഡിംഗ് ആണെന്ന് 100% കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്. അല്ല, ഒരു കാർഡേ വന്നിട്ടുള്ളൂ. ഈ കാർഡ് പറയുന്നത് ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ആ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ചേഞ്ച് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു വ്യത്യാസം അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഒട്ടും ഇല്ലാത്ത ഒരു ചേഞ്ച് ആയിരിക്കാം വരാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തി ലോങ് ടേം പ്ലാൻ വേണം. ജീവിതം നീണ്ട ഒരു റിലേഷൻഷിപ്പ് വേണം. ഇനിയിപ്പം മീൻസ് 2 ദിവസം 3 ദിവസം 4 ദിവസത്തേക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇനിയുള്ള റിലേഷൻഷിപ്പ് എല്ലാം ലോങ് ടേം റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ വ്യക്തി പറയുന്നത്, ഞാൻ കുറെ കാലം വെയിറ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തി കുറെ ക്ഷമയോടെ ഞാൻ കുറെ കാലം കാത്തിരുന്നു. പക്ഷെ ഇവിടെ ഇത് നടക്കുമോ ഇല്ലയോ. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്ഥിരമായ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, പക്ഷെ 2 തരത്തിലാണ്. വ്യക്തിയുടെ ജീവിതത്തിൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ പല സ്ത്രീകളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പല പുരുഷന്മാരും ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ വ്യക്തി ഒരാളായിട്ട് സ്ഥിരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അതാണ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്ഥിരമായ റിലേഷൻഷിപ്പ് പറ്റാത്തത്, ഞാൻ ആരെ ചൂസ് ചെയ്യണമെന്നാണ് വ്യക്തി കൺഫ്യൂഷനിലാണ്. ഇപ്പോ വളരെ കൺഫ്യൂഷനിലാണ് വ്യക്തി. ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരാളുമായിട്ട് ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരെ ചൂസ് ചെയ്യണം, ആരെ ഞാൻ വിവാഹം കഴിക്കണം എന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയങ്കര സംശയമാണ്. അപ്പോ ഈ ഉള്ള ആളുകളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വ്യക്തിക്ക് ഇഷ്ടമുള്ള സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ തീരുമാനിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന ഒരു മനോനിലയിലാണ് നിങ്ങളുടെ വ്യക്തി. അത് അടിപൊളിയാണ്. ഓൾറൈറ്റ്. അപ്പോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ കള്ളി വെളിച്ചത്തായി. ഇവിടെ ആരോ ഒരു ഹാർട്ട് ബ്രേക്ക് ആയി, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആരോ ഒരാളെ ഇറങ്ങിപ്പോയി, അവിടെ വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. കാരണം കള്ളി വെളിച്ചത്തായി. ഇവര് 2 പേരും ഭയങ്കരമായ കള്ളത്തരം സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ തമ്മില് പറ്റിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ തമ്മില് പറ്റിച്ചതില് ഒരാള് ചെയ്ത എന്തോ ഒരു തെറ്റ്, അല്ലെങ്കിൽ 2 പേർക്കും സ്വന്തം സ്വഭാവങ്ങൾ മനസ്സിലായിട്ട് 2 പേരും 2 വഴിക്ക് ഇറങ്ങി പോകാൻ നോക്കിയതാണ്. പക്ഷേ എന്തോ ഒരു കാര്യം കൊണ്ട് ഒരാള് കൺട്രോൾ ചെയ്ത് മറ്റേയാളെ പിടിച്ച് കൊണ്ടുവന്ന്
ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കിച്ച് ഇതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പോ വിവാഹിതനാകാനോ വിവാഹിതയാകാനോ പോകുന്നുണ്ട് ഒരു ഈ തേർഡ് പാർട്ടിയുമായിട്ട്. മനസ്സിലായോ? ഇവര് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞതായിരുന്നു. എന്തൊക്കെയോ സ്വഭാവദോഷങ്ങൾ രണ്ടുപേർക്കും ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഒരു പാർട്ട്ണറെ വിട്ടിട്ട് വേറൊരാളുടെ പുറകെ പോയത് എന്തായാലും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് ഇവര് രണ്ടുപേരും ആദ്യമൊക്കെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും രണ്ട് വഴിക്ക് പോയെങ്കിലും പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് രണ്ടുപേരും ഒരുമിച്ച് വന്ന് സ്വന്തം തെറ്റുകളും അതുമെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇപ്പൊ അവര് സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പിലാണ്. ഇതൊരു വിവാഹത്തിലേക്കാണ് പോകുന്നത്. രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി അവരുടെ സോൾമേറ്റ് ആണെന്ന ഒരു ചിന്ത ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളുടെ വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടിയുടെ കള്ളത്തരം എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ തേർഡ് പാർട്ടി എന്തോ കാര്യം ചെയ്തിട്ട്, ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആയിരിക്കാം, എന്തായാലും എന്തോ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹത്തിന് പ്ലാൻ ചെയ്യുകയാണ്. അതാണ് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളുടെ വ്യക്തി മനസ്സോടെ ആണെങ്കിലും ഈ വിവാഹം ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ജെമിനായി ഉണ്ട്, ലിയോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്തോ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വ്യക്തിയോട്. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ്, അത് ഡിവോഴ്സിന്റെ കാർഡാണ്. അതുപോലെ തന്നെ വേറൊരു മെസ്സേജും കൂടെ വരുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് നിങ്ങളോട് കേട്ടോ. അപ്പോ നിങ്ങളുടെ വ്യക്തി പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ല ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിങ്ങളാണ് ഈ വ്യക്തിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ തമാശയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതായിരിക്കാം. നിങ്ങളത് അറിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു. അത് നിങ്ങൾ കൂടുതൽ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോയി. അപ്പോ വ്യക്തി സമ്മതിച്ചു, ശരിയാണ് തേർഡ് പാർട്ടി ഉള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ തേർഡ് പാർട്ടിയുടെ കൂടെ പൊക്കോളൂ, എന്റെ കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇറങ്ങിപ്പോന്നു. പക്ഷെ തേർഡ് പാർട്ടി ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അതിന്റെ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും നിങ്ങളുമായിട്ടുള്ള ബന്ധവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത്. അത് പക്ഷെ നിങ്ങളോട് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഒബ്വിയസ്ലി നിങ്ങൾ സമ്മതിക്കില്ല അത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി പറയുന്നത്, എനിക്ക് നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ട് തേർഡ് പാർട്ടി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. പക്ഷെ നിങ്ങളാണ് ഇവിടെ വ്യക്തിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നത്. അതോ ഡിവോഴ്സിനെ കുറിച്ചുള്ള സംസാരം നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് സെപ്പറേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തി ഇതല്ല ആഗ്രഹിച്ചത്. തേർഡ് പാർട്ടി വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ലിബ്ര സോഡിയക് സൈൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം? തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിക്കാനാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു എനർജി ഇവിടെ വന്നിട്ടില്ല. അവരുടെ എന്താണ് സിറ്റുവേഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ എനിക്കൊരു 2-3 കാർഡ് തന്നാൽ മതി പ്ലീസ്. ഓക്കെ, 4 കാർഡ് കുഴപ്പമില്ല, താങ്ക് യു. ഓൾറൈറ്റ്. അപ്പോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സഹനശക്തിയുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി. അപ്പൊ അത് നിങ്ങളാവാനാണ്. നിങ്ങളുമായിട്ടൊരു 10 of Cups ആണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തേർഡ് പാർട്ടി
നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി കളയാനുള്ള ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളും കൂടെ ചെയ്തിട്ടാണ് ഇതിപ്പം റിലേഷൻഷിപ്പ് ഇങ്ങനെ കുളമായെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റല്ല, തേർഡ് പാർട്ടിയാണ് ഇവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ മീൻസ് അനുവദിക്കാത്തത് തേർഡ് പാർട്ടി ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു 10 of cups ആണ്, ഇമോഷണൽ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ തേർഡ് പാർട്ടി ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ വെച്ചത്. എന്നുവെച്ചാൽ രണ്ട് സൈഡിലും ഞാൻ റിലേഷൻഷിപ്പ് വെക്കും എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ തേർഡ് പാർട്ടി ആള് സ്മാർട്ടാണ്, അവര് നിങ്ങളുടെ വ്യക്തിയെ കൂട്ടിക്കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിച്ചത് ഫ്രീ ആയിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധം വെക്കാം, നിങ്ങളുമായിട്ട് ഒരു ബന്ധം വെക്കാന്ന്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ ഇറക്കി വിടുമെന്ന് ഈ വ്യക്തി ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്നത് വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് വ്യക്തി. പിന്നെ എന്താണ് ഒരാള് ചെയ്യേണ്ടല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരാളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ അവരെ അനുവദിച്ചു കൊടുക്കില്ലല്ലോ. അപ്പൊ ഈ വ്യക്തി എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ വ്യക്തി പറയുന്നത്, ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം വെക്കാനാണ് ആഗ്രഹിച്ചത്, തേർഡ് പാർട്ടിയുമായിട്ടും ഒരു ബന്ധം വേണം, അല്ലാതെ തേർഡ് പാർട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അപ്പൊ വ്യക്തിയുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇതെല്ലാം തകിടം മറിഞ്ഞു. കാരണം തേർഡ് പാർട്ടി നല്ല അടിപൊളി സ്മാർട്ട് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? ഇനി റീകൺസിലിയേഷൻ വേണമെങ്കിൽ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി വരണ്ടേ, അല്ലാതെ റീകൺസിലിയേഷന്റെ ഒരു കാര്യം ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ കുറെ കാർഡുകൾ വന്നു. എല്ലാ കാർഡും കൂടെ എടുക്കാൻ പറ്റില്ല ഭഗവാനെ. ഒരു കാർഡ് തരൂ പ്ലീസ്. ഒരു കാർഡ്, യെസ് ഓർ നോ, ഒരു കാർഡ്. ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഹെയറോഫാൻഡ് ആണ് വന്നിരിക്കുന്നത്. ഹെയറോഫാൻഡ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി എന്നാണ് പറയുന്നത്. വിശ്വാസ വഞ്ചന, അതുമല്ല ഈ വ്യക്തിയുടെ മാനസികമായിട്ട് വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് അതൊട്ടും പോസിബിൾ അല്ല. രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിൽക്കണം, രണ്ട് റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല, അല്ലെ? എന്നുവെച്ചാല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരാളെ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറൊരാളെ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ നിങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന ഒരാളെ തേർഡ് പാർട്ടിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നവർ. അതിനുള്ള വഴിയാണ് മാക്സിമം നോക്കുന്നത്. അപ്പൊ ഇവിടെ ടോറസ് ആണിത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്ന ആളാണെങ്കിലും ഇവിടെ ഒരു വിശ്വാസ വഞ്ചന നടന്നു. അതിൽ കുറ്റബോധമില്ലാത്ത ഒരു എനർജിയാണ്. ഇപ്പോഴും രണ്ട് റിലേഷൻഷിപ്പും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെയുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ പോകാൻ പറ്റില്ല. നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ റീകൺസിലിയേഷന് ട്രൈ ചെയ്യും, മനസ്സിലായോ? ഇപ്പോഴും നിങ്ങളുമായിട്ടും ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് പറയുന്ന ആളാണ്. പക്ഷെ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ റെഡി അല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോ ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് വരുന്നത്. ടോറസ് സോഡിയാക് സൈൻ ആണത്. ഓക്കെ, അപ്പോ അതാണ് ആൻസർ. ഒരു റീകൺസിലിയേഷൻ ഇവിടെ പോസിബിൾ അല്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? തേർഡ് പാർട്ടി ഉപേക്ഷിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വ്യക്തി എന്തെങ്കിലും തേർഡ് പാർട്ടി ഉപേക്ഷിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമോ? നോ ആണ് ഇത് പറയും. യെസ് കാർഡ് ആണ്, നോ ആണ്. ഈ വ്യക്തി തേർഡ് പാർട്ടിയോടും അവരെ ഇഷ്ടമാണ്, സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ട്. ഒരേ സമയം 2-3 പേരെ സ്നേഹിക്കാൻ പറ്റുന്ന ചിലരുണ്ട്. അതിലൊരാളായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഇത് നോ എന്നാണ് പറഞ്ഞിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്. രണ്ടാമതൊരു സ്നേഹം തിരിച്ചു തരാനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ കൊടുത്ത സ്നേഹം തിരിച്ചു കൊണ്ടെടുക്കണം എന്ന് ഈ വ്യക്തി വിചാരിച്ചാലും തേർഡ് പാർട്ടി ഈ വ്യക്തിയെ വിട്ടുകളയില്ല. തേർഡ് പാർട്ടിക്ക് ഇയാളെ വിവാഹം കഴിക്കണം, ഈ സ്ത്രീയെ പുരുഷനോ വിവാഹം കഴിക്കണമെന്നാണ്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോക്ക് നടക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. തേർഡ് പാർട്ടി ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കിട്ടിയിട്ട് കാര്യമില്ല, അല്ലേ? പിന്നെന്തിനാ? വല്ലാത്തൊരു റീഡിംഗ് ആയിട്ട്. ടോറസ്, ലീബ്ര, ജെമിനായി, ലിയോ, സ്കോർപിയോ, ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്.
അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.